ശ്യാം ഓക്കെ ഓക്കെ അല്ലേ? ആ ദേവാ, ആ ലൈറ്റ് ഒന്ന് അല്പം റൈറ്റിലേക്ക് വെച്ചോളൂ. ശരി. റോയ്ച്ച, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. എടി, ഞാൻ ഏറ്റു. നീ ഒരു കാര്യം പറഞ്ഞ ഞാനത് ചെയ്തിരിക്കും. എല്ലാവരുടെ മുന്നില് അവരൊന്ന് ചമ്മണം, അത് മതി. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നിങ്ങൾ കണ്ടോ? ഗൗരിജി, ഏട്ടൻ വരുന്നുണ്ട്, നമുക്ക് പോവാം. നിങ്ങൾ മാറിക്കോ, ബാക്കി ഞാൻ ഏറ്റു. വാ. എന്നാ പിന്നെ നമുക്ക് തുടങ്ങാല്ലേ? യെസ്, ഇരിക്കൂ സർ. റോയ്, ദേ വലിയ വലിയ കാര്യങ്ങളൊന്നും എന്നോട് ചോദിച്ചേക്കല്ലേ. എന്തെങ്കിലും വിവാദമായ പിന്നെ അത് മതി, ആളുകള് ട്രോളി ഇല്ലാതാക്കി കളയും. ഹേയ്, അങ്ങനെയൊന്നും ഇല്ല സർ. ചില ഫൺ ക്വസ്റ്റ്യൻസ്, അത്രേ ഉള്ളൂ. മാഡം കൂടി വന്നാൽ നമുക്ക് തുടങ്ങായിരുന്നു. ഓക്കെ, ഇപ്പൊ വരും. എഴുന്നള്ളത്ത് വന്നു. ചെല്ലുമോളെ. മോള് ധൈര്യമായിട്ട് ചെല്ല്, എല്ലാം നന്നായി വരും. ചെല്ല്. നമസ്കാരം മാഡം. വന്നാട്ടെ. നമസ്കാരം. ഇരിക്കൂ മാഡം. ശ്യാമേ, തുടങ്ങാം. ഓക്കെ റോയ്. മലയാളത്തിലെ ഏറ്റവും മികച്ച അപ്കമിംഗ് സ്റ്റാർ ആരാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് നീൽ മഹേഷ് എന്ന താങ്കളാണ്. ചെയ്ത സിനിമകളെല്ലാം തന്നെ ഒന്നിനൊന്ന് മികച്ചതാണ്. സാറിന്റെ അപകടത്തിന് ശേഷമുള്ള തിരിച്ചുവരവാണിത്. ആരുടെ സിനിമയാണ് സാർ ആദ്യം ചെയ്യുന്നത്? ശരിക്കും ചെയ്ത് പകുതിയാക്കി വെച്ച 2 സിനിമകളുടെ ബാക്കിയുണ്ട്. ആദ്യം അത് ചെയ്യണം. പിന്നെ ആക്ഷൻ ഡയറക്ടർ ബാബുരാജിന്റെ സിനിമ. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ ഉടൻ തന്നെ പ്രേക്ഷകർക്ക് ഒരു ഫയർ ബ്രാൻഡ് സിനിമ പ്രതീക്ഷിക്കാം. അതൊക്കെ തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാ. എന്തായാലും അതൊരു നല്ല സിനിമയായിരിക്കും. ഓക്കെ. മാഡം ഭർത്താവിന്റെ സിനിമയൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. ഭർത്താവിനൊപ്പം ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ പോകാറുണ്ടോ? ഇതുവരെ പോയിട്ടില്ല. അതെന്താ സർ ഇതുവരെ സ്വന്തം ഭാര്യയെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കൊണ്ടുപോകാതിരുന്നത്? ഏയ്, അത് മനഃപൂർവ്വമൊന്നുമല്ല. ഇതുവരെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഓക്കെ, നിങ്ങളുടേത് പ്രണയവിവാഹമായിരുന്നോ? ഏയ്, എന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം? മാഡം, ഇങ്ങനെ ചോദിക്കുന്നതിൽ ക്ഷമിക്കണം കേട്ടോ. ഒരുമിച്ച് കണ്ടാൽ ഒരിക്കലും ഒരു നല്ല പെയറായി തോന്നുകയില്ല. വിവാഹം കഴിഞ്ഞ സമയത്ത് അങ്ങനെ ചില ഗോസിപ്പുകളൊക്കെ വന്നിരുന്നു. അതെന്താ അങ്ങനെ തോന്നാൻ കാരണം? ഞങ്ങൾ നല്ല പേരാണോ എന്ന് തീരുമാനിക്കേണ്ടതും ജീവിക്കേണ്ടതും ഞങ്ങളല്ലേ? അതല്ല സർ, താങ്കളെ പോലെ ഇത്രയും സുന്ദരനായ ഒരു സിനിമാ താരം ഇത്രയും വണ്ണമുള്ള ഒരാളെ വിവാഹം കഴിച്ചു എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്തവരുണ്ട്. ആ അപകർഷതാബോധം കൊണ്ടാണോ സാറ് മാഡത്തെ ഒപ്പം കൊണ്ടുപോകാത്തത്? എന്തുകൊണ്ടാണ് ഇത്രയും വണ്ണം കൂടുതലുള്ള മാഡത്തെ സാർ ഇഷ്ടപ്പെട്ടത്? റോയ്, ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടു, വിവാഹം കഴിച്ചു, അത്രേ ഉള്ളൂ. സോറി സർ, പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുള്ള വിഷയമായതുകൊണ്ടാണ്. അതിനുള്ള മറുപടി ഞാൻ പറയാം. എന്റെ വണ്ണം എനിക്ക് അഭിമാനമായിട്ടേ തോന്നിയിട്ടുള്ളൂ. പിന്നെ ഏട്ടനും എന്റെ ഈ വണ്ണം ഇഷ്ടമാണ്, അല്ലേ ഏട്ടാ? അതെ അതെ. ഓ, വിവാഹത്തിന് മുമ്പ് കത്തി നിന്നൊരു താരമാണ് താങ്കൾ. പക്ഷേ വിവാഹം കഴിഞ്ഞ ഉടനെയാണ് താങ്കൾക്ക് ആക്സിഡന്റ് പറ്റിയത്. അതിനെക്കുറിച്ചും ചില ഗോസിപ്പുകൾ കേട്ടിരുന്നു. അപകടം ഉണ്ടാവുന്നതേ ആരുടെയും വരവുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മിസ്റ്റർ റോയ്, രാവിലെ പുറപ്പെട്ടത് വീട്ടിൽ നിന്ന് തന്നെയല്ലേ? അതെ. ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന വഴി താങ്കൾക്കൊരു അപകടം സംഭവിച്ചാ അത് താങ്കളുടെ ഭാര്യയുടെ കുറ്റമാവോ?
ഓക്കെ മാഡം, നമുക്ക് ആ വിഷയം വിട്ടേക്കാം. ഈ അടുത്തിടെ ഉണ്ടായ ഒരു വിവാദം താങ്കളെ വല്ലാത്തൊരു നാണക്കേടിലാക്കിയിരുന്നു. ഞാൻ ആ ഷോപ്പിംഗ് സെന്ററിലെ സംഭവമാണ് ഉദ്ദേശിച്ചത്. ₹1,00,000 വിലയുള്ള സാരി മാഡം മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന നിലയിലാണ് ഗോസിപ്പുകൾ വന്നത്. അത് അബദ്ധം പറ്റിയതാണോ അതോ? നിർത്തടാ. മാഡം, ഞാൻ ചോദിച്ചത് നിർത്താൻ. സ്വാതി, താൻ എന്താ വിചാരിച്ചത്? ഇന്റർവ്യൂ ആണെന്നും പറഞ്ഞ് എന്ത് തരംതാണ ചോദ്യങ്ങളും ചോദിച്ച് അപമാനിക്കാന്നോ? സോറി മാഡം. നിങ്ങളെ ക്യാമറ ഓഫ് ചെയ്യണം. സ്വാതി, സ്വാതി, മാഡം. ഓഫ് ചെയ്യാൻ. എടാ, തന്നോടല്ലേ ഓഫ് ചെയ്യാൻ പറഞ്ഞത്? സ്വാതി പ്ലീസ്. മാഡം, സോറി മാഡം. ഇപ്പൊ ചോദിച്ച ചോദ്യം ഡിലീറ്റ് ഡിലീറ്റ് ചെയ്യാൻ. ഏയ് സ്വാതി, നീ എന്തൊക്കെയായി പറയുന്നേ? ഏട്ടാ, ഇതുവരെ നമ്മളെ അപമാനിക്കാൻ തീരുമാനിച്ചു വന്നവരാ. ഇതാണോ ഇന്റർവ്യൂ? ഏയ് മാഡം, ഇതൊരു ചാനൽ ഇന്റർവ്യൂ ആണ്. ഇതുപോലെ പല ചോദ്യങ്ങളും കാണും. അതിന് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ചാനൽ ഇന്റർവ്യൂവിന്റെ മര്യാദകളെ കുറിച്ച് താൻ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങളെ കുറിച്ച് ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് എഴുതി തരാറുണ്ട്, അല്ലെങ്കിൽ നേരത്തെ പറയാറുണ്ട്. താങ്കൾ അത് വല്ലതും ചെയ്തോ? എന്നിട്ട് മുന്നിൽ വന്നിരിക്കുന്നവരെ ഇൻസൾട്ട് ചെയ്യാനുള്ള ചോദ്യങ്ങൾ മാത്രം തെരഞ്ഞു പിടിച്ച് ചോദിക്കുക. ഇതാണോ തന്റെ സംസ്കാരം? ഇതേ ചാനലിന്റെ കുഴപ്പമല്ല, തന്നെ പോലുള്ളവരുടെ വൃത്തികെട്ട മനസ്സിന്റെ കുഴപ്പം. മര്യാദയ്ക്ക് അത് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം കൂടി തൂക്കിയെടുത്ത് എറിയും ഞാൻ. മനസ്സിലായോടോ? സ്വാതി. ശ്യാമേ, ആ ക്ലിപ്പ് ഡിലീറ്റ് ചെയ്തേക്ക്. സ്വാതി, നീ വെറുതെ അല്ല ഏട്ടാ. ഞാൻ മോഷണം നടത്തിയെന്നുള്ള നിലയിൽ പരിഹാസത്തോടെയാ അയാൾ ചോദിച്ചത്. അത് ഏട്ടനും കേട്ടതല്ലേ? മാഡം, ഞങ്ങൾക്ക് കിട്ടിയ വാർത്തകളെ കുറിച്ച് ഞങ്ങൾ ചോദിച്ചേ ഉള്ളൂ. ആരാ നിങ്ങൾക്ക് ഈ വാർത്ത തന്നത്? ഇനി അങ്ങനെ ഒരു വാർത്ത കിട്ടിയാൽ തന്നെ തനിക്ക് മുന്നിൽ വരുന്ന ഗസ്റ്റിനെയും കുടുംബത്തെയും അധിക്ഷേപിക്കലാണോ തന്റെ ധർമ്മം? സ്വാതി മതി. നമുക്ക് ഈ ഇന്റർവ്യൂ വേണ്ട ഏട്ടാ. മര്യാദക്ക് നിങ്ങൾ ഇതെല്ലാം എടുത്തോണ്ട് പോണം. മാഡം, അത് സ്വാതി, നീ ഒന്ന് നിർത്ത്, ഞാനൊന്ന് പറയട്ടെ. ഇനി ഞാൻ ഇയാൾക്ക് മുമ്പിൽ ഇന്റർവ്യൂവിന് ഇരിക്കില്ല. ഏട്ടന് നിർബന്ധമാണെങ്കിൽ ഇരുന്നോ, ഞാനില്ല. അവന്റെ ഒരു മൈക്ക്. മോളെ, ഇതെന്തായി കാണിച്ചേ? മോളെ, മോളെ, അച്ഛൻ പറയുന്നത് കേക്ക്. അവിടെ നിൽക്ക്. സ്വാതി നിൽക്ക് മോളെ, സ്വാതി നിൽക്കാൻ. നീ എന്താ ഇങ്ങനെ പെരുമാറുന്നത്? ഇങ്ങനെ നിയന്ത്രണം വിടാൻ മാത്രം അവിടെ എന്താ ഉണ്ടായത്? എനിക്കറിയാമെന്ന് സ്വാതി മോൾക്ക് ഇങ്ങനെ പെരുമാറാൻ പറ്റില്ല. നിനക്ക് എന്താ സംഭവിച്ചത്? അച്ഛ പ്ലീസ്, എന്നെ ഒന്ന് വെറുതെ വിട. നിന്റെ മനസ്സിൽ ഞങ്ങളാരും അറിയാത്ത എന്തോ വേദനയുണ്ട്. എനിക്ക് ഉറപ്പാ. ഒന്നുമില്ല അച്ഛ, ഞാനൊന്ന് മുറി പോയി കിടന്നോട്ടെ. സ്വാതി, നിന്നെ രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. നീ ഒറ്റയ്ക്ക് മാറിയിരിക്കുന്നു, ആലോചിക്കുന്നു. എനിക്കറിയാം എന്തോ സങ്കടം നിന്റെ ഉള്ളിലുണ്ടെന്ന്. അടക്കി വെച്ച ആ സങ്കടത്തിന്റെ ചൂടാ പുറത്ത് പൊട്ടിത്തെറിച്ചത്. അച്ഛനോട് പറ മോളെ. ചില സങ്കടങ്ങൾ അങ്ങനെയാ അച്ഛ, ഒറ്റയ്ക്ക് തന്നെ അനുഭവിക്കണം. മറ്റാർക്കും അതിലൊന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നും.
എന്താ നിന്റെ ഭാര്യ കാണിച്ച പെർഫോമൻസ്? ഇത്രയ്ക്ക് നെകളിപ്പ് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല നീലേ. ഇനി ആ ചാനലുകാർ എന്തൊക്കെ പറഞ്ഞു പരത്തുമെന്ന് ആർക്കറിയാം. ആകെ നാണക്കേടായി. ഗൗരി, റോയ്ച്ച നിന്റെ ഫ്രണ്ടാ. പക്ഷേ അവൻ ഇത്രയും മോശമായ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലായിരുന്നു. ഷോപ്പിംഗ് സെന്ററിൽ നടന്ന സംഭവത്തിന്റെ ഉത്തരവാദി നീയാണെന്ന് അന്നത്തെ സംഭവത്തിന്റെ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലായി. പിന്നെ നിന്റെ ഫ്രണ്ടിന് മാത്രം എന്താ മനസ്സിലാവാത്തത്? അവൻ നിന്റെ ഫ്രണ്ടായി പോയി. അല്ലെങ്കിൽ ഓടിച്ചവന്റെ മോന്ത ഞാൻ പൊളിച്ചേനെ. നീലേ, അവൾ ആകെ ഇൻസൾട്ടഡ് ആയിട്ട് അകത്തേക്ക് പോയിരിക്കുന്നേ. ഇങ്ങനെ പൊട്ടിത്തെറിച്ച് നമ്മൾ അവളെ കണ്ടിട്ടേ ഇല്ല. നീ അകത്തേക്കല്ലേ, അവളെ ഒന്ന് സമാധാനിപ്പിക്കുക. ചെല്. എന്താ ഇത്? വല്യച്ഛൻ അവളെ ന്യായീകരിക്കൊന്നും വേണ്ട. അവള് ചെയ്തത് തെറ്റ് തന്നെയാ. ചാനലുകാരാകുമ്പോ പല ചോദ്യങ്ങളും ചോദിക്കും. ചിലപ്പോ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതും കാണും. അതിനൊക്കെ ചിരിച്ചോണ്ട് വേണം നേരിടാൻ. അല്ലാതെ ഇങ്ങനെ വീട്ടിൽ വരുന്നവരെ അധിക്ഷേപിച്ചിറക്കി വിടുകയല്ല വേണ്ടത്. അങ്ങനെ അവളെ മാത്രം കുറ്റം പറയണ്ട. അനാവശ്യ ചോദ്യങ്ങൾ ഒഴിവാക്കാനുള്ള മര്യാദ ചാനലുകാരും കാണിക്കണമായിരുന്നു. വല്യച്ഛൻ അല്ലെങ്കിലും എപ്പോഴും അവളുടെ ഭാഗത്തല്ലേ നിൽക്കൂ. ഞാൻ ആരുടെയും ഭാഗം പറഞ്ഞതല്ല. സ്വാതിയെ മാത്രം തെറ്റുകാരിയാക്കാൻ നിനക്കെന്താ അത്ര നിർബന്ധം? അതോ ഇപ്പൊ ഇവിടെ ഈ നടന്നതിന്റെ പിന്നില് നിനക്കെന്തെങ്കിലും മനസ്സറിവുണ്ടോ? നിന്റെ ഫ്രണ്ടാണല്ലോ ആ ചാനലുകാരൻ. അത് മാത്രമല്ല, അവൻ വന്നിറങ്ങിയ പാടെ നീ അവനെ മാറ്റി നിർത്തി സംസാരിക്കുന്നത് ഞാൻ അപ്പുറത്തുനിന്ന് കണ്ടതാ. അവനെ കൊണ്ട് ഈ വൃത്തിയോട് ജയിപ്പിച്ചത് നീയാണോ? എനിക്കൊന്നും അറിയത്തില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആ ചാനലുകാർ ചോദ്യം ചോദിച്ചതിന് ഞാനെന്ത് വേണം? നീ വന്നേ. ഇത് നല്ല കൂത്തു. സ്വാതി, ദേ നീ എന്തായി കാണിച്ചത്? വല്ലവനും വായി തോന്നിയത് എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി നീ ഇങ്ങനെ നിയന്ത്രണം വിട്ട് പോകാൻ പാടുണ്ടോ? ഷോപ്പിംഗ് സെന്ററിൽ നടന്ന സംഭവത്തെക്കുറിച്ച് അയാളൊരു സംശയം ചോദിച്ചെന്നല്ലേ ഉള്ളൂ. അതിനാണോ നീ ഇത്രയ്ക്ക് വയലന്റ് ആയത്? ഇതാണോ അയാളുടെ സംശയം? എന്താ അയാൾ ചോദിച്ചത്? അബദ്ധം പറ്റിയതാണോ അതോ മനഃപൂർവ്വം മോഷ്ടിച്ചതാണോന്ന് അല്ലേ? ഇതയാളുടെ വെറും സംശയമായിട്ട് തള്ളിക്കളയാൻ എനിക്ക് പറ്റില്ല. കരുതി കൂട്ടി ഏട്ടനെയും എന്നെയും അപമാനിക്കാൻ വന്നത് അയാള്. സ്വാതി, ദേ എന്റെ കരിയർ വെച്ചാ നീ കളിച്ചത്. ഇനി ആ ചാനലുകാർ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് ആർക്കറിയാം? താൻ അവരെ അത്രയ്ക്ക് അപമാനിച്ച് ഇറക്കി വിട്ടത്. അതിന്റെ പ്രതികാരം അവരെന്തായാലും തീർക്കും. ഏട്ടാ, ഞാൻ ചെയ്തത് അത്ര വലിയ തെറ്റാണെന്ന് ഏട്ടനെ വിശ്വസിക്കുന്നുണ്ടോ? ഞാനാണോ അതിന് ഉത്തരവാദി? ഗൗരിയുടെ ഒപ്പം പഠിച്ച ഫ്രണ്ടാ ആ റോയ്. അവനൊരിക്കലും നമ്മളെ അപമാനിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ എന്തായാലും വിശ്വസിക്കുന്നില്ല. ഓ, അത് ശരി. ഇപ്പൊ എനിക്ക് മനസ്സിലായി എവിടുന്നാണ് ഈ ചോദ്യം വന്നതെന്ന്. താൻ എന്താ ഉദ്ദേശിക്കുന്നേ? ആ റോയ് നമ്മളെ അപമാനിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയ ചോദ്യമാണ് അതെന്നാണോ? ഏട്ടൻ ആ ചാനലിൽ വിളിച്ച് ഈ പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസറോട് തന്നെ ചോദിക്കണം. ഏട്ടനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയ ചോദ്യത്തിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നോന്ന്. അപ്പോഴറിയാം സത്യം. നീ ഈ കാര്യത്തിൽ ഗൗരിയെ സംശയിക്കുന്നുണ്ടോ? സംശയമല്ല, എനിക്ക് ഉറപ്പാ. ഇത് അവളുടെ തലയിൽ ഉദിച്ച ബുദ്ധി തന്നെയാ. ഇത് ടെലികാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്ന അവസ്ഥ? ഞാൻ കള്ളിയാണെന്ന തരത്തിൽ അവളെ ഇന്റർവ്യൂ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചേനെ. അതൊക്കെ തന്റെ വെറും തോന്നലാ സ്വാതി. താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല, എന്തിനേയും ചിരിച്ചുകൊണ്ട് നേരിടുന്നവളാ താൻ. അവരോട് ആ ചോദ്യം പിൻവലിച്ച് ഇന്റർവ്യൂ തുടരാൻ സമാധാനത്തോടെ തനിക്ക് പറയാമായിരുന്നു. സൗമ്യമായി പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ കേൾക്കുമായിരുന്നു. എന്നിട്ടും എന്താടോ തന്റെ നിയന്ത്രണം വിട്ടുപോയത്? ദേ, തന്റെ മനസ്സിന്റെ താളം തെറ്റിച്ച എന്തോ ഒന്ന് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്താടോ അത്? ഏട്ടാ, ഇപ്പൊ എന്നോടൊന്നും ചോദിക്കില്ലേ. കുറച്ചു നേരം ഞാനൊന്ന് ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ പ്ലീസ്.
പക്ഷെ കാണാൻ വരാന്ന് മോള് സമ്മതിച്ചപ്പോഴേക്കും കാത്തു നിൽക്കാതെ അദ്ദേഹം അങ്ങ് പോയി. ജീവനോടെ കാണാൻ മോൾക്കും സാധിച്ചില്ല. ചിതയിലേക്ക് എടുക്കും മുമ്പ് ഒന്ന് കാണാനെങ്കിലും മോള് വരുന്നുണ്ടോ? ഒരു മണിക്കാ സംസ്കാരം ശാന്തി കവാടത്തിൽ. നല്ല അടിയുടെ കുറവാ അവൾക്ക്. അതെങ്ങനാ അവളൊന്ന് മൂളിയ അതിനനുസരിച്ച് തുള്ളുന്ന കോന്തനായി പോയില്ലേ എന്റെ ആങ്ങള. ഏട്ടന്റെ കാര്യം മാത്രം പറഞ്ഞാ പോരാ, അനിയനും അങ്ങനെ തന്നെയല്ലേ. അവരെന്ത് പറഞ്ഞാലും അതനുസരിച്ച് അങ്ങ് തുള്ളിക്കോളും. എന്തായാലും ഇന്നത്തെ അവരുടെ പെരുമാറ്റം അഹങ്കാരമായി പോയി. മതി. രണ്ടുപേരും കൂടെ സ്വാതി ചെയ്ത് പറഞ്ഞ് രസിക്കുകയല്ലേ? വെല്ലിച്ചനും കണ്ടതല്ലേ ഇന്നത്തെ അവളുടെ പെരുമാറ്റം. എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? കാര്യമില്ലാതെ സ്വാതി അങ്ങനെ പെരുമാറില്ല, അതെനിക്ക് ഉറപ്പാ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും വെല്ലിച്ചൻ ഇപ്പോഴും മമത അവളോടാണല്ലേ? അവളെ പിടിച്ചു നിർത്തി കരണക്കുറ്റിക്ക് 2 കൊടുക്കണമായിരുന്നു. അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ ചെയ്യണമായിരുന്നെങ്കിലേ ആദ്യം അടികിട്ടേണ്ടത് നിനക്കാ. നീയാ ഇതിനെല്ലാം കാരണം. നീ ആ ചാനലുകാരൻ പയ്യനോട് സംസാരിക്കുന്നതും ഗൂഢാലോചന നടത്തുന്നതും ഞാൻ കണ്ടതാ. സത്യമല്ലേ? വെല്ലിച്ച സ്വാതി ചെയ്ത തെറ്റിനും കൂടി എന്നെ കുറ്റപ്പെടുത്തുവാണോ? കുറ്റപ്പെടുത്തിയതല്ല, തെറ്റുകാരി നീ തന്നെയെന്ന് ഉറപ്പിച്ച് പറഞ്ഞതാ ഞാൻ. നിങ്ങൾ തമ്മിൽ സംസാരിച്ചതിന് ശേഷമല്ലേ അനാവശ്യമായിട്ടുള്ള ചോദ്യം അവൻ ചോദിച്ചത്? അച്ഛനല്ലെങ്കിലും എപ്പോഴും അവരുടെ പക്ഷത്തല്ല നിൽക്കും. എവിടെ നിന്നോ വന്നു കയറിയവൾക്ക് ഈ വീട്ടിൽ ജനിച്ചു വളർന്ന എന്നെക്കാൾ അധികാരം ഉണ്ടല്ലേ വെല്ലിച്ച? ഗൗരി, കെട്ടിച്ചു വിട്ട നീ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കാതെ ഇവിടെ വന്ന് മറ്റുള്ളവരുടെ നേരെ അംഗത്തിന് നിൽക്കല്ലേ? എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്ത് കാര്യം? രാജീവിനെ വിളിച്ച് എത്രയും വേഗം നിന്നെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോകാൻ പറയാൻ പോവാ. മര്യാദക്ക് നീ പോയി നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ താമസിച്ചോളണം. നീലിനെ കൊണ്ട് ഇപ്പൊ തന്നെ വിളിപ്പിക്കാൻ രാജീവിനെ. നീ പോയി നിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്യേ. ചെല്ല്, എടി പോവാൻ. നീ സത്യം പറയില്ലല്ലേ? അങ്ങനെ പേര് പോലും പറയാൻ പറ്റാത്ത ആളാണ് തന്നതെങ്കിൽ അങ്ങനെ ഒരു സാധനം ഈ വീട്ടിലും വെക്കണ്ട. പറഞ്ഞത് ഇതാരെ തന്നെന്ന് ചോദിച്ചപ്പോ നിനക്കെന്താ പറയാനൊരു വിഷമം? അങ്ങനെ ഒരു സാധനം ഇവിടെ വേണ്ട. ഇതിന്റെ സ്ഥാനം കുപ്പത്തൊട്ടിയാ. ഓ, ദാ നിന്റെ പെണ്ണുമ്പളെ വിളിക്കുന്നു. എന്ത് കാര്യത്തിന് അവളെ ഈ പാതിരാത്രിക്ക് ഇങ്ങനെ വിളിച്ചു മറിക്കുന്നത്? ഹലോ ഗൗരി. രാജീവേട്ടാ, രാജീവേട്ടൻ അവിടെ എന്തെടുക്ക? ഞാനും അമ്മയും കൂടി അല്ലേ അമ്പൽ സീരിയല് കാണുവാ. എന്താ ഗൗരി? അതെ, ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ. എന്താ ഗൗരി? അത് ഏട്ടൻ ഞാൻ പറയുന്ന കാര്യം അതുപോലെ ചെയ്യണം. അത് പിന്നെ ഗൗരി പറയുന്നത് പോലെയല്ലേ ഞാൻ കേക്കൂ. നീ കാര്യം പറ ഗൗരി. രാജീവേട്ടാ, ഇന്നിവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. എന്ത് പ്രശ്നം? അതൊക്കെ ഞാൻ പിന്നെ പറയാം. പക്ഷേ നീല് ചിലപ്പോ രാജീവേട്ടനെ വിളിക്കും. അത് പറയാനാ ഞാനിപ്പോ വിളിച്ചത്. എന്തിന്? എന്നെ ഇവിടെ നിന്ന് വിളിച്ചോണ്ട് പോവാൻ പറയാൻ. അയ്യോ, അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? രാജീവേട്ടൻ ഞാൻ പറയുന്നത് പോലെ കേട്ടാ മതി. നീല് വിളിക്കുമ്പോഴേ രാജീവേട്ടൻ ഫോൺ എടുക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. പിന്നെ ഇനി അമ്മയോടാണ് വിളിച്ച് ചോദിക്കുന്നതെങ്കിൽ രാജീവേട്ടൻ സ്ഥലത്തില്ലെന്ന് പറഞ്ഞാ മതി. മനസ്സിലായോ? മനസ്സിലായി. രാജീവേട്ടാ, ഇല്ലെങ്കിൽ നമ്മുടെ പ്ലാൻ മുഴുവൻ തെറ്റും. സ്വത്തെല്ലാം കൈവിട്ടു പോവും. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ ഏട്ടാ? അതിന് സ്വത്ത് വേണ്ടേ? വേണം, സ്വത്ത് വേണം. ഓക്കെ ഗൗരി, ഗൗരി മോള് പറയുന്ന പോലെ ഞാൻ കേട്ടോളാം. അമ്മയോട് ഞാൻ എല്ലാം പറഞ്ഞോളാം. ഓക്കെ മോളു. ശരി രാജീവേട്ടാ.